മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരച്ചാറാണ്. പച്ച ആപ്പിൾ വെച്ചിട്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണിത്. നമുക്ക് മാങ്ങ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ അതേ രുചിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ പച്ച ആപ്പിളിൻ്റെ അച്ചാറും തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതിനിപ്പോൾ നമുക്ക് എണ്ണം കൂട്ടിയിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഒരെണ്ണം വെച്ചിട്ടാണ് ഇതിപ്പോൾ തയ്യാറാക്കുന്നത്. അത് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ മാങ്ങയ്ക്കൊക്കെ മുറിക്കണം അതേപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും പൊടിയായിട്ട് അരിഞ്ഞു വിചാരിച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഈ അച്ചാറിൽ ചേർത്താൽ നല്ലതാണ്. അതുകൊണ്ടൊരു പ്രത്യേക അളവൊന്നും പറയുന്നില്ല. നമുക്ക് എത്രയാണോ ഇഷ്ടമെന്ന് വിചാരിച്ചാൽ അത്ര ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അത്യാവശ്യം വെളിച്ചെണ്ണ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ നിറയെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ചെറിയൊരു നേരിയ കയ്പുണ്ടാവും. അതുകൊണ്ട് ഉലുവയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം. ഇനി ഉലുവയുടെ പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഉലുവ ഇതുപോലെ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി ചേർത്ത് കൊടുത്തു. ആദ്യം ഇഞ്ചി നന്നായിട്ടൊന്ന് വാടിയ ശേഷമാണ് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിക്ക് കുറച്ചും കൂടുതൽ മൂപ്പുണ്ട്, അതുകൊണ്ടാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടി കിട്ടട്ടെ. പച്ചമണം നന്നായിട്ട് മാറണ വരെ ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങാച്ചാറിൽ ചേർക്കണ പോലെ ഇതിൽ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഈ ഗ്രീൻ ആപ്പിളിൽ കുറച്ച് ഉപ്പാണ് പിടിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാം ഒരു വിധം ഒന്ന് വാടി കിട്ടണം. പച്ച ടേസ്റ്റ് മാറിയിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായി വാടി കിട്ടിയാൽ മതി. ഇത്ര മതി. ഏകദേശം ഇപ്പോൾ അത് എൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നീട് എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. അതിനുശേഷം കാശ്മീരി മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നല്ല കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അച്ചാറിന്. എരിവിന് നമ്മൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. പിന്നീട് പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ, എല്ലാം കൂടിയും ഉള്ള എരിവ് മതിയാവും. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. പിന്നീട് കായപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിളാണ്. അത് നന്നായിട്ട് ഈ പൊടിയിലേക്കൊക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊന്നും നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കണില്ല. സ്റ്റവ് കുറച്ച് താഴ്ത്തി വെക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇനി ഇതൊക്കെ ചെയ്യാൻ. ഉപ്പ് നമുക്ക് എല്ലാതും പിടിച്ചിട്ടുണ്ടോ എന്നൊരു പീസ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം. കുറച്ച് കമ്മി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂണും കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് മാങ്ങയുടെ പോലെ ഇതിൽ പിടിക്കില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ല. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്. കൂടുതൽ വേണ്ട. ആപ്പിളിന് കുറച്ച്, ഈ പച്ചാപ്പിളിന് കുറച്ചൊരു പുളി ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ വിനീഗർ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ഇതിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതായ എണ്ണ, ആ എണ്ണയിൽ വേണം നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഈ ആപ്പിൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം.
ഒരെണ്ണം വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരാഴ്ചയോ 15 ദിവസമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.